നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുന്നവരൊക്കെ നമ്മളാണെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുത്തൊരു പ്രത്യേകത. നബി കരീം അല്ലാഹുവിന്റെ റസൂലിന് മാത്രം അബൂബക്കർ സിദ്ദീഖിന് കൊടുത്തില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കൊടുത്തില്ല, ഇല്ല, അവർക്ക് ആർക്കും കൊടുത്തില്ല. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആർക്കും, ലോകത്ത് പിന്നെ വേറൊരാൾക്കും കൊടുത്തില്ല. അങ്ങനെ ബുറാഖ് എന്ന വാഹനത്തിൽ നബിയെ മിഅ്റാജിന്റെ രാത്രി കൊണ്ടുപോയി. അത് പറഞ്ഞിട്ട് കാന്തപുര ഉസ്താദ്, അതുപോലെ തങ്ങന്മാര്, ഖലീൽ തങ്ങള്, ഇവരൊക്കെ നബീനെ പോലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഒരു വേഗത കൂടിയ കാർ ഉപയോഗിക്കുന്നത്. നബിക്ക് ബുറാഖ് എന്ന വാഹനം അല്ലാഹ് കൊടുത്തുകൊണ്ട് നബീനെ പോലെയായിട്ട്. അതൊന്ന് കേട്ടോളി നിങ്ങൾ. പേരോട് പറയുന്ന ആ ഭാഗം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നെഞ്ഞു കീറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഉരുളുകൂട്ടിയതിനു ശേഷം ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യം ഇല്ല. എല്ലാവർക്കും അറിയില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിലാണ് അല്ലാഹുവിന്റെ റസൂലായ സുലൈമാൻ നബി അല്ലാഹ് കൊണ്ടുപോയത്. അപ്പൊ കാറ്റിൽ വായുവിൽ തന്നെ സുലൈമാൻ നബിയെ കൊണ്ടുപോയതുപോലെ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകൽ പ്രയാസമില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്ര മുന്തിയ വളരെ സ്പീഡുള്ളൊരു വാഹനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്തത്? അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു രഹസ്യമാണ് മഹാനായ ഖലീൽ തങ്ങളും അതുപോലെ ശൈഖുനാ കാന്തപുര ഉസ്താദും താജുൽ ഉലമയുമൊക്കെ 1000 വേദികളിൽ ഓടിയെത്തേണ്ടവർ തിരക്കിട്ട് പോകുമ്പോ ഒരു നല്ല കാറിൽ പോകുന്നത് കണ്ടാൽ അങ്ങനെ നബി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദിയും അസൂയക്കാരനും ഉണ്ടാകും. അപ്പോൾ വളരെ തിരക്കിട്ട് പോയി വരേണ്ട നേതാക്കന്മാർ എത്ര വലിയ നേതാവായിരുന്നാലും എത്രയും സ്പീഡുള്ള വാഹനത്തിൽ കയറാമെന്നും കയറ്റാമെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബുറാഖ് എന്നൊരു വലിയ വാഹനം, അത്ഭുതകരമായ വാഹനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് ആനയിക്കുന്നു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന് മാത്രമായിട്ട് അല്ലാഹ് കൊടുത്ത പ്രത്യേകതയെ കാന്തപുരത്തിലേക്കും ഖലീൽ തങ്ങളിലേക്കും കിയാസാക്കുക വഴി എന്താ അവിടെ ഉണ്ടാകുന്നത്? ഈ ലോക്കൽ മുസ്ലിയാക്കന്മാരെ പോലെ ഒരു ലോക്കൽ ആളായിരുന്നു പ്രവാചകൻ. ഈ ലോക്കൽ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അള്ളാന്റെ റസൂലിനെയാണ് നിങ്ങൾ ഇവരോട് കമ്പയർ ചെയ്യുന്നത്. അള്ളാന്റെ റസൂലിന് മാത്രം കൊടുത്ത പ്രത്യേകത, അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ഈ പ്രത്യേകത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്തിട്ടില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കൊടുത്തിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കൊടുത്തിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു കൊടുത്തിട്ടില്ല, തൽഹ റളിയല്ലാഹു കൊടുത്തിട്ടില്ല, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന് കൊടുത്തിട്ടില്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കൊടുത്തിട്ടില്ല, ഹബ്ബാബിന് കൊടുത്തിട്ടില്ല, ഹുബൈബിന് കൊടുത്തിട്ടില്ല, അമ്മാറിന് കൊടുത്തിട്ടില്ല, യാസറിന് കൊടുത്തിട്ടില്ല. ഈ സഹാബിമാർക്ക് ആർക്കും കൊടുക്കാത്ത ഈ പ്രത്യേകതയോട് കിയാസാക്കുക. അപ്പൊ എന്താ ഈ കാന്തപുരൻ നബിയോട് ഉയർന്ന്, അതുപോലെ ഖലീൽ തങ്ങൾ നബിയോട് ഉയർന്ന്. പ്രിയപ്പെട്ടവരെ, നബിയെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നബിക്ക് കൊടുത്ത പ്രത്യേകത നബിയുടെ പ്രത്യേകത കൊണ്ട് നബിക്ക് മാത്രം പ്രത്യേകമാണെന്ന് പറയലല്ലേ നബിയെ ഫേമസ് ആക്കല്? നബിയെ നാടൻ മനുഷ്യന്മാരുമായി കമ്പയർ ചെയ്യലാണോ? നിങ്ങൾ ചെയ്യുന്ന ഭയാനകത നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ അബ്ദുൽ അസീസ് സഖാഫി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, പന്ന്യങ്കര മുഖാമുഖത്തിൽ അയാൾ പറയുന്ന ഒരു ഭാഗം കൂടി കേട്ടങ്ങൾ ഞെട്ടിപ്പോവും. അയാൾ പറയുന്നത് എന്തറിയോ? ബദർ യുദ്ധം ഉണ്ടാക്കിയത് സുന്നികൾക്ക് ബദർ മൗലൂദ് കഴിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഉറങ്ങിയിട്ടില്ല ആ രാത്രി, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ സഖാബിമാരുടെ കരാളാസ്ത്രങ്ങളിൽ ഈ ജനതയെ രക്ഷിക്കാൻ കഴുത്ത് കട്ട് ചെയ്യപ്പെടേണ്ടി വന്നാൽ പോലും, അതായത് എന്നെ കൊല്ലുക ഒരു കൂട്ടർ, ഞാൻ സന്തോഷിക്കുക അതിന്റെ പേരിൽ. ഈ പുരോഹിതന്മാരുടെ കരങ്ങളിൽ മനുഷ്യർ മോചിതരാകണം. കൂട്ടരെ, ആ രംഗം നിങ്ങൾ ദുഃഖകരമായി ഒന്ന്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഠിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ ഇവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ?
അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ആലോചിക്കണം നിങ്ങള്. എന്തിനാ ഒരു സമസ്തക്കാരനെ വിളിച്ചിട്ട് മോനെ എന്തിനാ ബദർ ഉണ്ടായത്? ഞങ്ങൾക്ക് ബദർ മൗലൂദ് കഴിച്ച് ബിരിയാണി പള്ളർച്ചും തിന്ന് മൂക്കുകൂടി ചാടിക്കാൻ. എന്തിനാണ്? പള്ളർച്ചും ബിരിയാണിയും നെയ്ച്ചോറും തിന്ന് ആക്രാന്തം കാണിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിനവര് കൊച്ചാക്കി, ബദറിനവര് പരിഹസിച്ചു. ചോറ് തിന്നുന്ന പിട്ടടിക്കുന്ന ഒരു പരിപാടിയാണ് ബദർ എന്നവര് പഠിപ്പിച്ചു. പട്ടിണി കിടന്ന 313, പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന 313 അവർ ബദറിൽ എന്തിനു വന്നു? അല്ല പറയട്ടെ. അള്ളാന്റെ ഖുർആനെതിരാണ് മുസ്ലിയാർ പറഞ്ഞത്, ഹദീസിനെതിരാണ് മുസ്ലിയാർ പറഞ്ഞത്. അല്ല എന്താ പറഞ്ഞത്? സൂറത്ത് 8-ാം അധ്യായം നോട്ട് ചെയ്യണം. അൻഫാൽ 40 മുതൽ 50 വരെയുള്ള വാചകങ്ങൾ വായിക്കുക. 46-ാമത്തെ ആയത്താണെന്നാണ് എന്റെ ധാരണ. അതിൽ അല്ല പറയുന്നറിയോ? ബദറുണ്ടായത് എന്തിനു വേണ്ടി? അല്ല പറയാണ് ബദറുണ്ടായത് ബൗദ്ധൈവ വിശ്വാസികളായ ആളുകൾ, മക്കാ മുശ്രിക്കുകൾ, അവർ സത്യം കണ്ട് ബോധ്യപ്പെട്ട് മരിക്കാനും മുഅ്മിനുകളായ ആളുകൾ സത്യം കണ്ട് ബോധ്യപ്പെട്ട് ജീവിക്കാനുമാണ് ബദറുണ്ടാക്കിയത് എന്നല്ല പറയാ. അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ പുരോഹിതവർഗം. ഇത് തുറന്നു കാണിക്കുന്നിടത്താണ്. അത് തുറന്നു കാണിച്ചാൽ പുരോഹിതന്മാരുടെ ജീവിതം വഴിമുട്ടിപ്പോകും. അതുകൊണ്ടാണ് അവനനുയായികളെ ഇറക്കി വിടുന്നത് എന്നുള്ള വാർത്തകൾ മനസ്സിലാക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് എന്തിനാ? അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്ക്. അത് ഇതിനു വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യോ, അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന. റസൂല് പറയാ, അല്ലാ ഈ ബദർ ആവശ്യമാണ്. എന്തിന്? ഈ ബദർ യുദ്ധത്തിൽ നീ ഞങ്ങളെ ജയിപ്പിക്കുന്നത് എന്തിനാ? നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഈ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസിതരാകരുത് പടച്ചോനെ. അതുകൊണ്ട് ബദർ എന്തിനാ? തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി. നിങ്ങളോ ബദർ മൗലൂദ് കഴിച്ച് ശിർക്കിന്റെ നിലനിൽപ്പിന് വേണ്ടി. പുരോഹിതന്മാരെ, മത്സരം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഊടുവഴികളുള്ള നരകത്തിന്റെ ഭയാനകതയിൽ നിങ്ങൾ ഞെരിഞ്ഞു പോകും. ഓർത്തിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. നിങ്ങൾ പറയുന്ന ഇതാണ് അള്ളാന്റെ ഖുർആനിനെതിരെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരെ. ലോകത്ത് പ്രിയപ്പെട്ടവരെ, ബദറുണ്ടായതിന് ഇങ്ങനെ ഒരു തന്ത്രമുള്ളത് സഹാബികൾക്കാർക്കെങ്കിലും അറിഞ്ഞോ? സഹാബികൾ ബദർ മൗലൂദ് കൊണ്ടാടിയോ? അവർക്ക് ആർക്കും അറിയാത്തൊരു പുതുമ. ഇവർക്ക് അല്ലാഹുവിന്റെ ദീനില്ല, ഇവർക്ക് റസൂലിന്റെ പിൻബലമില്ല, ഇവർക്ക് സഹാബികളുടെ പിൻബലമില്ല, ഇവർക്ക് ലോകത്തൊരാളുടെയും പിൻബലമില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം.